ഏഴാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ നോക്കാം. ബജറ്റ് വികസനത്തിന്റെ നേർരേഖ. കുടുംബ ചെലവ്. ഒരു കുടുംബം ഭക്ഷ്യ ഉപഭോഗത്തിനും ഭക്ഷ്യേതര ഉപഭോഗത്തിനുമായി ഒരു നിശ്ചിത കാലയളവിൽ ചിലവഴിക്കുന്ന ആകെ തുകയാണ് കുടുംബ ചെലവ്. കുടുംബ ചെലവെന്ന് പറഞ്ഞാൽ ഒരു കുടുംബം ഭക്ഷ്യ ഉപഭോഗത്തിനും ഭക്ഷ്യേതര ഉപഭോഗത്തിനുമായി ഒരു നിശ്ചിത കാലയളവിൽ ചിലവഴിക്കുന്ന ആകെ തുകയാണ് കുടുംബ ചെലവ്. കുടുംബ ചെലവിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു: പ്രതീക്ഷിത ചെലവ്, അപ്രതീക്ഷിത ചെലവ്. പ്രതീക്ഷിത ചെലവ് എന്ന് പറഞ്ഞാൽ നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചെലവുകളാണ് പ്രതീക്ഷിത ചെലവ്. പ്രതിമാസം, പ്രതിവർഷം എന്നിങ്ങനെ ഇത് കണക്കാക്കാവുന്നതാണ്. ഉദാഹരണം ആഹാരം, വൈദ്യുതി ബിൽ തുടങ്ങിയവ. അപ്രതീക്ഷിത ചെലവ് നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിന് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്തതും ആകസ്മികമായി ഉണ്ടാവുന്നതുമായ ചെലവുകളാണ് അപ്രതീക്ഷിത ചെലവുകൾ. ഉദാഹരണം പ്രകൃതിക്ഷോഭം, രോഗങ്ങൾ തുടങ്ങിയവ. വികസനേതര പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചിലവഴിക്കുന്ന ധനമാണ് പൊതുചിലവുകൾ. വികസനേതര പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചിലവഴിക്കുന്ന ധനമാണ് പൊതുചിലവുകൾ. പൊതുചെലവുകളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു: വികസന ചെലവുകൾ, വികസനേതര ചെലവുകൾ. വികസന ചെലവുകൾ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചെലവുകളെ വികസന ചെലവുകൾ എന്ന് വിളിക്കുന്നു. ഇവ രാജ്യത്തിന്റെ ഉൽപാദനത്തെയും യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയെയും ഉത്തേജിപ്പിച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നതിനാൽ ഇവ ഉൽപാദന ചെലവുകൾ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ വികസന ചെലവുകളെ ഉൽപാദന ചെലവുകൾ എന്നും വിളിക്കുന്നുണ്ട്. റോഡ്, പാലം, തുറമുഖം എന്നിവ നിർമ്മിക്കുക, പുതിയ സംരംഭങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാർ ചെലവുകളാണ് വികസന ചെലവുകളായി കണക്കാക്കുന്നത്. അടുത്ത വികസനേതര ചെലവുകൾ. രാജ്യ താൽപര്യത്തിനും പൊതുസേവനങ്ങൾക്കുമായി സർക്കാർ നിരന്തരം വഹിക്കുന്ന ചെലവുകളാണ് വികസനേതര ചെലവുകൾ. പ്രതിരോധം, പലിശ, പെൻഷൻ, മഹാമാരി, പ്രകൃതി ദുരന്തം തുടങ്ങിയവയ്ക്കുള്ള ചെലവുകൾ ഇതിൽ പെടുന്നു. പൊതുവരുമാനം. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് സർക്കാർ സമാഹരിക്കുന്ന ധനമാണ് പൊതുവരുമാനം. ഇത് സർക്കാർ ബജറ്റിന്റെ ഒരു പ്രധാന ഘടകമാണ്. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് സർക്കാർ സമാഹരിക്കുന്ന ധനമാണ് പൊതുവരുമാനം. ഇത് സർക്കാർ ബജറ്റിന്റെ ഒരു പ്രധാന ഘടകമാണ്. പൊതുവരുമാനം രണ്ട് തരത്തിലുണ്ട്: നികുതി വരുമാനം, നികുതിയേതര വരുമാനം. നികുതി വരുമാനം എന്നാൽ നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് നികുതി വരുമാനം. നികുതി വരുമാനത്തിന്റെ രണ്ട് തരത്തിലുണ്ട്: പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി. നികുതി ആരിലാണോ ചുമത്തിയിരിക്കുന്നത് ആ വ്യക്തി തന്നെ ഒടുക്കുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി. അതായത് നികുതിദായകൻ തന്നെ നികുതി ഭാരം വഹിക്കുന്നു എന്നർത്ഥം. ആദായ നികുതി, കെട്ടിട നികുതി എന്നിവ ഉദാഹരണങ്ങളാണ്. അപ്പോൾ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണങ്ങളാണ് ആദായ നികുതി, കെട്ടിട നികുതി എന്നിവ. പരോക്ഷ നികുതി. ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി ഭാഗികമായോ പൂർണ്ണമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്നു. ഇതാണ് പരോക്ഷ നികുതി. ഉദാഹരണം വിൽപ്പന നികുതി, വിനോദ നികുതി എന്നിവ പരോക്ഷ നികുതിക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണങ്ങളാണ് ആദായ നികുതി, കെട്ടിട നികുതി എന്നിവ. പരോക്ഷ നികുതിക്ക് ഉദാഹരണങ്ങളാണ് വിൽപ്പന നികുതി, വിനോദ നികുതി തുടങ്ങിയവ. നികുതി. ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായി നൽകേണ്ട പണമാണ് നികുതി. നികുതി നൽകുന്ന വ്യക്തിയെ നികുതിദായകനെന്ന് വിളിക്കുന്നു. ചരക്ക് സേവന നികുതി. രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നതിന് ഭരണഘടനയിലെ 101 ഭേദഗതി പ്രകാരം 2017 ജൂലൈ 1 മുതൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ചരക്ക് സേവന നികുതി അല്ലെങ്കിൽ GST. ഇപ്പോൾ GST നിലവിൽ വന്നത് 2017 ജൂലൈ 1 മുതലാണ്. ഇത് നടപ്പിലാക്കിയ ഭേദഗതി 101 ഭേദഗതി. ചരക്ക് സേവന നികുതി അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നടപ്പിലാക്കിയ ഭേദഗതി 101 ഭേദഗതി. ഇത് നിലവിൽ വന്നത് 2017 ജൂലൈ 1 മുതൽ. ഒരു സാമ്പത്തിക വർഷം വിറ്റുവരവ് സർക്കാർ നിശ്ചയിക്കുന്ന തുകയിൽ കൂടുതലാണെങ്കിൽ വ്യാപാരികൾ നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. നിലവിൽ
0%, 5%, 18% എന്നിങ്ങനെയുള്ള നിരക്കുകളാണ് ഉപഭോക്താവ് GST നൽകേണ്ടത്. ഇത്തരത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിവിധ നിരക്കുള്ള നികുതികൾ വ്യാപാരികൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതാണ്. കാലാനുസൃതമായി GST നിരക്കിൽ മാറ്റം വരുത്താവുന്നതാണ്. ബജറ്റ് ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന ചെലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ധനരേഖയാണ് ബജറ്റ്. നമ്മുടെ രാജ്യത്ത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് ബജറ്റ് തയ്യാറാക്കുന്നത്. ധനകാര്യ മന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 112 അനുസരിച്ച് രാജ്യത്തിന്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് കൂടിയാണ് കേന്ദ്ര ബജറ്റ്. അപ്പോൾ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇതിന് ബജറ്റ് അവതരിപ്പിക്കുന്നത് ധനകാര്യ മന്ത്രിയാണ്. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 112 അനുസരിച്ച് രാജ്യത്തിന്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് കൂടിയാണ് കേന്ദ്ര ബജറ്റ്. ബജറ്റ് പലതരം. വരവ് ചിലവുകളുടെ അടിസ്ഥാനത്തിൽ ബജറ്റുകളെ 3ആയി തിരിക്കാം. മിച്ച ബജറ്റ്, സന്തുലിത ബജറ്റ്, കമ്മി ബജറ്റ്. മിച്ച ബജറ്റ് എന്നാൽ വരവ് കൂടുതൽ ചെലവ് കുറവ് ആണെങ്കിൽ അതിനെ മിച്ച ബജറ്റ് അല്ലെങ്കിൽ സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയും. സന്തുലിത ബജറ്റ് എന്നാൽ വരവും ചെലവും തുല്യമാണെങ്കിൽ അതിനെ സന്തുലിത ബജറ്റ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നു. കമ്മി ബജറ്റ് വരവ് കുറവ് ചെലവ് കൂടുതലാണെങ്കിൽ അതിനെ കമ്മി ബജറ്റ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ബജറ്റ് എന്ന് പറയുന്നു. ബജറ്റിന്റെ ഉത്ഭവം. ബോഗറ്റ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബജറ്റ് എന്ന വാക്കിന്റെ ഉത്ഭവം. ചെറിയ ബാഗ് അല്ലെങ്കിൽ സഞ്ചി എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ ബോഗറ്റ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബജറ്റ് എന്ന വാക്ക് ഉത്ഭവിച്ചത്. ആ ബോഗറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ചെറിയ ബാഗ് അല്ലെങ്കിൽ സഞ്ചി എന്നാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ധനകാര്യ മന്ത്രിയായിരുന്ന RK ഷൺമുഖം ചെട്ടിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് അന്നത്തെ ധനകാര്യ മന്ത്രിയായിരുന്ന RK ഷൺമുഖം ചെട്ടിയാണ്. പൊതുകടം വികസനക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും ഭരണപരമായ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുവാനും വരുമാനം തികയാതെ വരുമ്പോൾ ഗവൺമെന്റിന് കടമെടുക്കേണ്ടി വരും. ഇത്തരത്തിൽ സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് പൊതുകടം. രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും വായ്പകൾ വാങ്ങാറുണ്ട്. ഇവ യഥാക്രമം ആഭ്യന്തര കടം, വിദേശ കടം എന്നിങ്ങനെ അറിയപ്പെടുന്നു. അപ്പോൾ പൊതുകടം തന്നെ രണ്ടു തരത്തിലുണ്ട്. ആഭ്യന്തര കടം, വിദേശ കടം. ആഭ്യന്തര കടം എന്ന് പറഞ്ഞാൽ രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് ആഭ്യന്തര കടം. രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് ആഭ്യന്തര കടം. വിദേശ കടം എന്നാൽ വിദേശ ഗവൺമെന്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പകളാണ് വിദേശ കടം. അപ്പോൾ വിദേശ ഗവൺമെന്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പകളെ വിദേശ കടമെന്നും പറയുന്നു. ധനനയം അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസി പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച് സമഗ്രമായ സർക്കാർ നയമാണ് ധനനയം. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സമഗ്രമായ സർക്കാർ നയമാണ് ധനനയം. ധനകാര്യ വകുപ്പ് തയ്യാറാക്കുന്ന ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയാണ്. നിലവിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും ഗവൺമെന്റിന് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു നയം കൂടിയാണിത്. ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ: സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അധിക ചെലവുകൾ നിയന്ത്രിക്കുക, വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക.